ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മുഞ്ചത്തീസ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിൽ ഫസ്റ്റ് തന്നെ കത്രിയും പിടിച്ചാട്ടോ ഞാൻ ഇരിക്കുന്നത്. ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ്. 10 കൊല്ലമായി, മാഷാ അല്ലാ. അപ്പോൾ സംഭവം ഫസ്റ്റ് തന്നെ ഞാനൊരു ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. ഇത് വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ഗിഫ്റ്റ് അല്ല, ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മെയ് 26 കേട്ടോ. അന്ന് എൻ്റെ താത്ത, എൻ്റെ സിസ്റ്റർ അയച്ചൊരു ഗിഫ്റ്റാണിത്. ഡെസ്റ്റിനേഷൻ മാറിപ്പോയിട്ട് ഒന്ന് കറങ്ങി തിരിച്ച് മൂപ്പരാൾ എത്തിയത് ഏതായാലും അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസം. അപ്പോൾ ഒരു ഡബിൾ സന്തോഷമായിട്ടോ. അപ്പം ഞാൻ നിങ്ങളെ മുമ്പ് തന്നെ ഇത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച് ഒന്ന് പൊട്ടിച്ചേക്കാം, എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ 10 കൊല്ലം എന്താ പറയുക, ഇണങ്ങിയും പിണങ്ങിയും അതിനല്ല അടിച്ചും പിരിഞ്ചും എന്ന് പറയുന്നേക്കാ. ടോമാഞ്ചറി കളിച്ചിട്ട് 10 കൊല്ലമാക്കി. എത്ര വേഗമല്ലേ, അൽഹംദുലില്ലാ മാഷാ അല്ലാ. ഇപ്പോൾ ദാ ഒരു സെക്കൻഡ് ബേബി കൂടി ഉണ്ട്. എല്ലാവരുടെ ദുആലും ഉൾപ്പെടുത്തണം കേട്ടോ. ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ആദ്യം നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ഏതായാലും അന്ന് കിട്ടിയില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ ഫീൽഡിൽ ഞാൻ ഉണ്ടായിട്ടോ എന്താ പറയുക, നമുക്കിത് കിട്ടിയത് 26-ാം തീയതിക്കൊക്കെ എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് 89 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അൽഹംദുലില്ലാ. എന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോഴാണെങ്കിലും നമുക്ക് ഡേറ്റ് എന്നുള്ളതല്ല കേട്ടോ, നമുക്ക് ഒരാളൊരു സന്തോഷം, ഒരു ഗിഫ്റ്റിന് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഏതായാലും ഇല്ല. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ അന്നൊരു ഇത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ. മുത്തുമണീസ് എന്തൊക്കെയാണ്, എന്താണോ അവൾ കൊടുത്തുവെച്ചതെന്നുള്ളത്. ബാഗോ, എന്തൊക്കെയത്, ഷൂസോ, ഡ്രസ്സും ഉണ്ടല്ലോ റബ്ബേ. Wow. എന്താ പറയാ, ഒന്നും നോക്കിയില്ല, കിട്ടിയപ്പോ അങ്ങോട്ട് എടുത്തിട്ട് അടിപൊളിയില്ലേ. കറക്റ്റ് സൈസിന്റെ കോള അയച്ചിട്ടുണ്ട്. ഡ്രസ്സ് സൈസ് കറക്റ്റ് ആയതല്ല, എനിക്ക് ഷൂസ് കറക്റ്റ് കിട്ടാറുണ്ട്. നോക്കി, അതെൻ്റെ കുഞ്ഞിക്കാല ഷൂസൊക്കെ കറക്റ്റ്. അതിൽ വൈറ്റ് പെയിന്റ് ഉണ്ട്, എന്നാലും ഒന്നും കൂടി ഒരു വൈറ്റ് എടുത്ത് കാണിക്കുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഫുൾ എംബ്രോയ്ഡറി ആണ്, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുണ്ടാകും. കാരണം ഫുൾ ത്രെഡ് വർക്ക് ആകുമ്പോൾ എനിക്കറിയാലോ, ഞാൻ വള്ളിയൊന്നും പിടിച്ച് കെട്ടിയിട്ടില്ല. കണ്ട കൂടുതലിൽ തന്നെ പോയിട്ടോ. അടിപൊളിയില്ലേ. എനിക്ക് ഹാപ്പി, വെരി ഹാപ്പി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഡ്രസ് ഫീൽഡിലായതുകൊണ്ടേ എനിക്ക് ഡ്രസ്സ് ഗിഫ്റ്റ് കിട്ടുന്ന ആദ്യമായിട്ടാണ്. ഡ്രസ്സ് ഗിഫ്റ്റ് ഇട്ട് പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ ഫുൾ ആൾക്കാർ ഡ്രസ്സ് എടുത്താൽ നിൽക്കുന്നത്. കാരണം ഒപ്പിച്ചില്ല, എത്തിയുമാണ്. പിന്നെ കൂടെ നമ്മളെ താത്താരൊക്കെ കുറച്ച് യങ്ങായിരുന്നു, കല്യാണം കഴിഞ്ഞ് വേഗം. അപ്പോൾ അവരളിയന്മാരോ അവർക്ക് ഇഷ്ടം പോലെ, എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് ആൾക്കാർ എടുത്തു തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഡ്രസ്സ് ആയിക്കോട്ടെ, ബാഗ് ആയിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, എനിക്ക് ഗിഫ്റ്റ് കിട്ടാറില്ല. മുത്തുമണി കേക്കൊക്കെ വാങ്ങിത്തരും, കേക്കിന് പൈസ ഇട്ടുതരും താത്താരൊക്കെ. ഇങ്ങനെ ബർത്ത്ഡേൻ്റെ നമുക്ക് കേക്കിന് പൈസ ഇട്ടുതരും. പ്രാവശ്യം ആ കേക്ക് അവൾ തന്നെ അയച്ചു തന്നത്, വാങ്ങാൻ പൈസ കിട്ടുന്നത്. പക്ഷെ ഇങ്ങനെ ഡ്രസ്സ് കിട്ടി നോക്കുമ്പോൾ ചെരുപ്പും ബാഗും എല്ലാം ഉണ്ട്. പൊന്നെ. അപ്പോൾ ഇന്നാൻ്റെ റിനുവിന് വക പണിയാണെന്ന് എനിക്കറിയാം. റിനു താത്താൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പുതിയൊരു ഗിഫ്റ്റ് ഇട്ട് ഞാൻ മൈലാഞ്ചൊക്കെ ഇടണം വിചാരിച്ചിരുന്നു. വെഡ്ഡിങ് പെരുന്നാൾ ഞാൻ മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ചിറക്കണ്ടല്ലോ അല്ലേ. കാരണം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു, ഞാൻ അന്ന് പറഞ്ഞിരുന്നു ബർത്ത്ഡേൻ്റെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇൻഷാല്ലാ ബർത്ത്ഡേ അല്ല ഞങ്ങൾ വേറെ കാര്യം ആഘോഷിക്കേണ്ടി നോക്കട്ടോ. പക്ഷേ ആക്ച്വലി അപ്പം ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത്.
ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്. പക്ഷേ വീഡിയോ ഇട്ട് കേക്ക് കട്ടിങ് ഞങ്ങൾ ഇന്നലെ തന്നെ ചെയ്ത് മുത്തുമണി ഉള്ളത് ഓപ്പണായിട്ട് പറയാലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇക്കാക്ക് എല്ലാ പരിപാടിയും ഇക്ക ഉണ്ടാവില്ല. അപ്പോൾ ഇക്കാക്ക് ഒരു സർപ്രൈസ് ആയിട്ട്, ഇക്കാക്ക് ഈ വെഡിങ് ആനിവേഴ്സറിൻ്റെ ഡേറ്റ് ഒന്നും ഓർമ്മയില്ല കേട്ടോ. വേറെ കാര്യം, ഞാൻ ഇക്കാക്ക് ഒരു ഗിഫ്റ്റ് കുറേ കാലം കൊടുക്കണം വിചാരിച്ചിട്ട്, അപ്പോൾ ഞാനൊരു ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ച്, പിന്നെ കേക്ക് ഓർഡർ ചെയ്തൊക്കെ വേറെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ സസ്പെൻസായിട്ട് വിളിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഇടയിൽ ഇക്കാൻ്റെ സുഹൃത്തിന് സുഖമില്ലാണ്ടായിട്ട് ഇക്കാക്ക് സിംഗപ്പൂർ പോലെ അത്യാവശ്യമായിട്ട് വന്ന്. അപ്പോൾ പിന്നെ ആ മൂഡിലല്ലല്ലോ മൂപ്പരുള്ളത്. പക്ഷെ ഞാനിതൊക്കെ വാങ്ങി വെച്ചപ്പോൾ എനിക്കാണെങ്കിൽ പിന്നെ ഇത് കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ബേർഡേൻ്റെ അല്ല കേട്ടോ. അപ്പം ഞാനാണ് പെരുന്നാളിനൊന്നും ഒരു മൈലാഞ്ചി ഡ്രസ്സ് പിന്നെ മൈലാഞ്ചി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇക്കാക്ക് കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര, കാരണം എൻ്റെ ഡ്രീം ആയിരുന്നു ഇക്കാക്ക് ആ ഒരു സാധനം ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ച് എത്ര കഷ്ടപ്പെട്ട് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടൊക്കെ പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഈ സുഖമില്ലാത്തതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടി പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ കുറേ കരയൊക്കെ ചെയ്ത്, എന്നത്തെ സംഭവം ഇത് പറയണറിയോ, ഇന്നലെ 4-ാം തീയതിക്കത്തെ സംഭവം കേട്ടോ പറയണത്. ഒക്കെ കാര്യമൊക്കെ ചെയ്ത് കുറേ കാരോട് ഫൈറ്റൊക്കെ ഉണ്ടാക്കി. നമ്മളെ മനസ്സ്, പെണ്ണുങ്ങളെ മനസ്സ് എപ്പോഴും അങ്ങനെയല്ലേ. അപ്പോൾ കുറേ ഫൈറ്റൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇക്കാക്ക് ടിക്കറ്റ് കിട്ടിയ നേരം വെളുത്തിട്ടാണ്. അപ്പോൾ മൂപ്പര് പിന്നെ ഇപ്പം ഈ ഒരു സമയത്ത് ആയതുകൊണ്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ആ ഭാഗം മൈൻഡ് ആക്കൂല, വേറെ കാര്യം. അപ്പോൾ ഇക്കാൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു അവൾ ഈ സമയത്ത് ഇരിക്കും, അവളെ കരയിപ്പിക്കലടാന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അവളൊരു ആഗ്രഹിച്ച് അവളെന്തോ ഗിഫ്റ്റൊക്കെ വാങ്ങിയല്ലേ, ഈ അത് വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ തന്നെ ഉടനെ ഇവിടെ അടുത്തുള്ള കേക്ക് ഷോപ്പിലേക്ക് വിളിച്ചപ്പോൾ കിട്ടിയൊരു കേക്കൊക്കെ വാങ്ങി. ഞാൻ ഓർഡർ ചെയ്ത് നല്ല ഹാറ്റിൻ്റെ ലവ് ചിഹ്നത്തിൻ്റെ ഇതിലൊക്കെ ആയിരുന്നു കേട്ടോ, പേരൊക്കെ വേറെ സെറ്റപ്പൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ അത് കിട്ടി. മോള് സ്കൂളിട്ട് വന്നു, മോളെ വിളിച്ച് കട്ട് ചെയ്ത്, പിന്നെ അപ്പോൾ എന്താ പറയുക, കട്ട് ചെയ്ത് ഇന്നലെ വൈകുന്നേരം കട്ട് ചെയ്തിട്ടാ. പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തു, ഹാപ്പിയായി. അപ്പോൾ ഷോപ്പിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനൊരു ബോക്സും കാര്യങ്ങളൊക്കെ കൂടെ. അതാ ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റും ഇന്ന് കിട്ടി. ഒരുപാട് ഹാപ്പിയായി. ഇക്കാൻ്റെ വക ഗിഫ്റ്റൊന്നും കിട്ടിയില്ല കേട്ടോ, കാരണം ഇക്കാക്ക് ഒരു സസ്പെൻസ് ആയിരുന്നു. പിന്നെ ഇക്കാൻ്റെ വക ഞാൻ ഗിഫ്റ്റ്, ഇക്കാക്ക് അങ്ങനത്തെ വെഡിങ് ആനിവേഴ്സറി പിന്നെ ഫോട്ടോൻ്റെ മുമ്പിലേക്ക് വരിക, വീഡിയോൻ്റെ മുമ്പിലേക്ക് വരിക, ഇതിനോടൊന്നും യാതൊരു താല്പര്യമില്ല. പിന്നെ എൻ്റെ മുഖം ഇത്ര ആവൂ എന്നുള്ള ആ ഒരൊറ്റ റീസണിലാണ് എൻ്റെ കൂടെ ഇതിനൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ യാതൊരു കാര്യത്തിനോടും യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരാളാണ്. പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത്. പക്ഷെ എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് കേക്ക് കട്ട് ചെയ്ത് എൻ്റെ വായിൽ തരും കേട്ടോ, അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. എത്ര അതിനോട് താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതെനിക്ക് സാധിച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവല്ലേ, കുറേ നേരം വള പറയണില്ലേ. എന്ത് വീഡിയോ ആണ് ഇപ്പം മുത്തുമണീസ് കാണിക്കുക. സത്യം പറഞ്ഞാൽ താത്ത ലീവാണ്, ഇവിടുത്തെ താത്ത ലീവാണ്. ഇന്നലെ ലീവാണ്, താത്ത ഇല്ല തന്നെ. ഇതൊക്കെ താത്ത കുറേ ദിവസം വെയിറ്റ് ചെയ്ത്, കാരണം ഇത് ഞങ്ങൾ അറിഞ്ഞ് സസ്പെൻസ് ആയിട്ടുള്ള അയച്ചെങ്കിലും ഇത് കിട്ടാൻ നേരം വൈകിയപ്പോൾ പിന്നെ അവർക്ക് എന്നോട് പറയേണ്ടി വരുന്നത്. ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കല, അതിനെക്കൊണ്ട് സംഗതി അറിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. താത്തയും കുറേ വെയിറ്റ് ചെയ്ത്, ഓരോ പിന്നെ പാർസൽ വരുമ്പോഴും അതാണോ വെച്ചിട്ട്. ഏതായാലും താത്ത ഇല്ലാത്തപ്പോഴാണ് കിട്ടിയത്. താത്ത ഉണ്ടെങ്കിൽ പോടെ നെയ്റ്റൊക്കെ എടുത്ത് വെച്ചാൽ നിൽക്കുന്നുണ്ടാവും. ഇത് ഇന്ന സൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പോയിട്ട് ഒന്ന് ഓടി പിടിച്ച് നോക്കട്ടെ എന്താണ് എൻ്റെ മുത്തുമണിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ. ഓക്കെ, അപ്പോൾ മറക്കണ്ട അതുപോലെ ഉൾപ്പെടുത്തുക. ഞാൻ ഇതിൻ്റെ പോയി കമ്മലൊക്കെ ഒന്ന് മാറ്റിട്ടോ. വൈറ്റ് ഞാൻ നേരത്തെ ഗോൾഡൻ ജിമ്മിക്കൊക്കെ ഇട്ടിരുന്നത്. അതും ഞാൻ പെരുന്നാളിന് ഞാൻ ബീച്ചിലൊക്കെ പോയപ്പോൾ ഇട്ടോ ഒരു ഡ്രസ്സാണ് അത് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് വീഡിയോ കാണിക്കാൻ തോന്നി, എനിക്ക് നിങ്ങളോട് കുറേ സംസാരിക്കാനാണ് തന്നെ. ഇപ്പോഴത്തെ വിഷമമുണ്ട്, കാരണം ഇക്ക ഹാപ്പിയിലല്ലെന്ന്. കാരണം ഇക്കാൻ്റെ ഏട്ടനാണ് ക്ലോസ് ഫ്രണ്ട്. ഏട്ടൻ എന്ന് വെച്ചാൽ സ്വന്തമല്ല, എന്നാലും ഇക്കാൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഇപ്പോൾ വെയ്യാണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ പക്ഷെ എന്താ പറയുക, അതവിടെ നിൽക്കട്ടെ അല്ലേ. ഞാൻ പോയിട്ട് ഇപ്പോൾ എന്താ എടുക്കുക, അൽഫൈന് റയോൺ എടുത്ത് വന്നാലോ മുത്തുമണീസ്. കാരണം എന്താ അറിയോ, ഇപ്പൊ മഴയല്ലേ, പെരും മഴയല്ലേ. റയോൺ മാക്സ് ഒക്കെ എത്ര വേഗം ഉണങ്ങുന്നതെന്ന് അറിയോ. വാഷിംഗ് മെഷീൻ ഉള്ളവർ പറയും വേണ്ട, ഡ്രൈല് നമ്മൾ കയ്യിൽ ഉടക്കി തോരട്ട് കഴിഞ്ഞാൽ ഒന്ന് കാറ്റുള്ളുമ്പോഴത്തേക്ക് തന്നെ ഉണങ്ങുന്നുണ്ട്. സ്മെല്ലോ കാര്യങ്ങളൊന്നും റയോൺ മാക്സിക്ക് വരുന്നില്ല കേട്ടോ. ഞാൻ പൊതുവേ വീട്ടിൽ തന്നെ മാക്സ് ഞാൻ നമ്മുടെ ഫ്രോക്ക് മാക്സ് 3/4 ഇടാറ്. ഇപ്പം മറ്റേ മാക്സുകളൊക്കെ ഇറക്കി വന്നിട്ടുണ്ട്. എത്ര വേഗം ഉണങ്ങുന്നറിയോ. സ്റ്റെയറിന്റെ മേലെ നമ്മളെ സ്റ്റെപ്പിന്റെ മേലെ ഇങ്ങനെ ഇടും, മേലെ കയറുന്ന കോണീന്റെ ഇതുമലൊക്കെ ഇടും. പക്ഷെ വേഗം ഉണങ്ങും, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് റയോൺ കാണിക്കാം, അതാകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമാവും ഇപ്പോൾ ഈ മഴക്കാലത്ത്. ഓക്കെ, തണുപ്പുള്ളവർക്ക് അൽഫൈൻ എടുക്കാം, ചൂടിട്ടും. പക്ഷെ ഉണങ്ങാൻ എളുപ്പമുള്ളവർക്ക് റയോൺ. അപ്പോൾ ഞാൻ റയോൺ മാക്സ് എടുത്തിട്ട് വരാം കേട്ടോ. കുറച്ച് കാണിക്കാം അല്ലേ. ബയോ
മുത്തുമണീസ് കുറച്ച് ഞാൻ വാരിയെടുത്ത് വന്നിട്ടുണ്ട്, കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് 2 സൈസിൽ അവൈലബിൾ ആണ്. 56-ലും അവൈലബിൾ ആണ്, 60-ലും അവൈലബിൾ ആണ്. 56 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എക്സലിന്റെ ചെസ്റ്റ് വിടുത്ത്, അതായത് 44 ചെസ്റ്റ് വിടുത്ത് വരും. 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ചെസ്റ്റ് വിടുത്ത് വരും, അതായത് 50 ചെസ്റ്റ് വിടുത്ത് വരും. റയോൺ ആണ് ഫസ്റ്റ് വാഷിൽ ഒന്ന് ചുരുങ്ങാം. അപ്പം നിങ്ങളെ സൈസ് തൊട്ടടുത്ത് വലുത് നിങ്ങൾ എടുക്കാം. ഇനി ഇതിൻ്റെ റേറ്റ് ഞാൻ തന്നെ ഏതായാലും എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണെന്ന്. കാരണം എൻ്റെ ലൈഫിലേക്ക് വന്നൊരു ഡേ ആണ്. ലൈഫിലേക്ക് വന്ന ഡേ ഇനി പോകുന്ന കഥയിലേക്ക് അടക്കട്ടെ. അപ്പോൾ ഏതായാലും ഇന്ന് ചെറിയൊരു ഓഫർ ആയിരുന്നു അല്ലേ. ഇന്ന് ഈ മാക്സിയൊക്കെ ഞാനൊരു ഓഫർ ചെയ്യാണ് കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ നല്ലൊരു ഓഫർ ചെയ്യാണ്. അത് ഓരോന്നോട്ട് കാണിക്കാം. അപ്പം ഇത് വേണമെന്ന് പറഞ്ഞത് 60-ആണോ 56-ആണോ പറയണം. സൈസ് ഇഷ്യൂവിന് റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല. സൈസ് ഞാൻ പറഞ്ഞു ഡബിൾ എക്സൽ 44 ചെസ്റ്റ് വിടുത്തും 56 ലെങ്ത്തും ഫസ്റ്റ് വാഷ് ലെങ്ത് ഒന്ന് ചുരുങ്ങും. 60 ലെങ്ത്തും 50 ചെസ്റ്റ് വിടുത്തും ഫസ്റ്റ് വാഷ് ലെങ്ത് ഒന്ന് ചുരുങ്ങും. പിന്നെ താഴേക്കൊക്കെ 1 ഇഞ്ച് 3/4 ഇഞ്ച് 1 ഇഞ്ച് എന്നുള്ള രീതിയിലാണ് വീതി പോവുക. അപ്പൊ അരവണ്ണൊക്കെ വയറൊക്കെ കൂടുതലുള്ളവർ ഡബിൾ എക്സൽ മതിയെങ്കിലും വയറൊക്കെ കൂടുതലുള്ളവർ 60 എടുത്തിട്ട് കട്ട് ചെയ്യുക. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇന്ന് ഞാൻ നല്ലൊരു ഓഫർ തരാണ്. നമ്മളിത് 520 550 വിറ്റ ഈദിന് വന്ന പുത്ത സ്റ്റോക്കാണ്. 520 550 വിറ്റ ഈദിന് വന്ന പുത്ത സ്റ്റോക്കാണ്. ഇത് ഞാനിന്ന് 420 450 തരികയാണ്. ഓക്കെ, 420 രൂപ 56-നും 450 രൂപ 60-നും ഇന്ന് ഓഫർ തരികയാണ്. ഷിപ്പിംഗ് ചാർജ് ഇന്ന് 1-നും 2-നും 50 രൂപ തന്നെയാണ്. 3 എടുത്താൽ ഫ്രീ ഷിപ്പിങ്ങും. ഓക്കെ, ബിസ്മില്ല. ആദ്യം തന്നെ ഇഷ്ടിക കളർ എന്ന് പറയും, ബ്രിക്ക് ഓറഞ്ച്. ഓക്കെ, നല്ല വലിയ പൂവായിട്ട് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. കൈ ബേക്കിലുള്ള ഈ ഒരു മൊഞ്ചത്തിയാണ് ഇത്. ഓർഡർ ചെയ്യേണ്ട രീതി സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക. ഇന്ന് ഷോപ്പ് നമ്പർ ഒന്നും തന്നിട്ടില്ല, കാരണം ഷോപ്പ് നമ്പർ കൈകാര്യം ചെയ്യാൻ താത്ത അവിടെ ഇല്ല. പിന്നെ രണ്ടാമത്തെ കളർ നല്ലൊരു പച്ച, ഫുൾ ഒരു പ്രിന്റ് ആട്ടോ. ബേക്കിന് മുമ്പിലൊക്കെ ഒരു പ്രിന്റാണ്. പോക്കറ്റുള്ള മാക്സി ആണ്. ഇനി നല്ലൊരു വയലറ്റ് പറഞ്ഞേക്കാൾ ലാവണ്ടർ ആയിരിക്കാം കറക്റ്റ്. ഒരു ഡാർക്ക് ലാവണ്ടർ എന്നറിയാം കേട്ടോ. ഒക്കെ 3/4 സ്ലീവ് ആണ്. നല്ല ഓഫറൊന്നും ഇപ്പോഴത്തൊന്നും ഞാൻ തരൂലെന്ന് വിചാരിച്ചാണ്. ഇന്ന് എനിക്ക് തോന്നി ഓഫർ തരട്ടെ. നല്ലൊരു നീല. പിന്നെ വേറെ ഡിസൈനാണ്. നമ്മൾ നേരത്തെ കണ്ട ലാവണ്ടർ അല്ല, അതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് ഉണ്ട് കേട്ടോ. കുറച്ച് ലൈറ്റ്, ഇത് കുറച്ചും കൂടി ഡാർക്ക്. ഇതിൻ്റെ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ വരുന്നൊരു ഒലിവ് യെല്ലോ കേട്ടോ. ഇതിൻ്റെ സിപ്പ് ഓപ്പൺ ചെയ്തിട്ടില്ല, മറ്റേ കളർ ചേഞ്ച് ആണ്. 56 ആയിരിക്കും 60 ആയിരിക്കും. വേറെ സൈസ് ചോദിക്കല്ലേ. അതായത് ഇതിലും വീതി കൂടുതലുണ്ടോ അങ്ങനെ ഉണ്ടോയെന്നൊന്നും ചോദിക്കണ്ട. ഇപ്പോൾ നിലവിൽ ഇതാണ്. ഇനി ഇത് വേറെ ഡിസൈനാണ്. ഇതിൻ്റെ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. നല്ലൊരു വൈൻ കളർ കേട്ടോ. ഇന്ന് 3 എടുത്താൽ 2-ൽ കൂടുതൽ എടുത്താൽ 2-ത്തിന് 50, 1-നും 50. 3-ൽ കൂടുതലും എടുത്താൽ ഫ്രീ ഷിപ്പിങ്. 1-ന് 56 ആയിരിക്കും 420, 60 ആയിരിക്കും 450. ഈ അടുത്തൊന്നും ഓഫർ ഉണ്ടാവില്ല. ഇതൊരു സ്പെഷ്യൽ ഡേ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ. പീക്കോക്ക് ബ്ലൂ ആണ്. പിന്നെ റെഡ്, മെറൂണിഷ് റെഡ് എന്നൊക്കെ പോലെ പെട്ടെന്ന് മെറൂൺ ആണോ തോന്നിപ്പോ തരത്തിലുള്ള നല്ലൊരു റെഡാണ് കേട്ടോ. പിന്നെ അതൊരു ഡാർക്ക് ഗ്രീൻ ആണ്. നല്ല ബോട്ടിൽ ഗ്രീൻ ആണ്. ഏറ്റവും കൂടി കാണിച്ച് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത് വേറെ ഡിസൈന്, ഒരു തരം യെല്ലോ തന്നെയാണ്. മസ്റ്റാർഡ് യെല്ലോ അല്ല, പക്ഷെ നിങ്ങൾ സ്ക്രീൻ കാണുന്ന കറക്റ്റ് കളർ കേട്ടോ. എല്ലാം ഒരു സൈസാണ്, 2 സൈസ് 56 60 ആണ്. പിന്നെ റേറ്റ് 1 പോക്കറ്റ് ഉണ്ട്. നല്ലൊരു ഡാർക്ക് പീക്കോക്ക് ഗ്രീൻ അല്ല, ഇത് ബ്ലൂ ആണോ? ഗ്രീന് പോലെ തോന്നുന്ന ബ്ലൂ ആണോ? സ്ക്രീൻ കാണുന്ന സെയിം കളറാണ്. പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക്. പിന്നെ മെറൂൺ. അപ്പോൾ ഇത്രയും നൈറ്റീസാണ് ഇന്ന് എൻ്റെ മുത്തുമണികൾക്ക് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ദുആയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, പോട്ടെ. ബൈ, അസ്സലാമു അലൈക്കും.